11 നില ഫ്ലാറ്റാണ് ഈ താമസിക്കുന്നത്. ഉറക്കത്തിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ അവർ അറിയുന്നില്ല പ്രജിൻ ഇനി ഒരിക്കലും വരാത്ത ഉറക്കത്തിലേക്കാണ് പോകുന്നത്. ഫ്ലാറ്റ് ഈ പഠനത്തെ തുടർന്ന് സേന വിഭാഗം ഒരു ഫ്ലാറ്റിന്റെ ഡോർ തള്ളി തുറന്ന് പ്രവേശിച്ചപ്പോഴേക്കും 4 പേരുടെയും ദാരുണമാണ് സംഭവിച്ചിരുന്നു. തുടർന്ന് അഗ്നിശമന വിഭാഗം മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. മരണമടഞ്ഞ മാത്യു എബ്രഹാം കുവൈറ്റ് റോയിസ്റ്റേഴ്സ് മില്ലിലെ വിവര സാങ്കേതിക വിഭാഗ ജീവനക്കാരനാണ്. ഭാര്യ ലിനി എബ്രഹാം 2010 മുതൽ അദാൻ ഹോസ്പിറ്റൽ നഴ്സായിരുന്നു. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഇൻഫോക് മെമ്പർ കൂടിയായിരുന്നു ലിനി. മക്കൾ ഐറിൻ എബ്രഹാം 9ാം ക്ലാസ്, മകൻ ഐസക് എബ്രഹാം 2ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. കുവൈറ്റിലെ തന്നെ ഭവൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. നിലവിൽ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ നടന്നതായാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. മൃതദേഹങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദ സൈക്കയുമായും വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷും ബന്ധപ്പെട്ടിട്ടുണ്ട്. ശരി, ഗിരീഷ് ഒറ്റപ്പാലമാണ് കുവൈറ്റിൽ വിശദാംശങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്.